പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ കഴിക്കരുത്. കാരണം മുരിങ്ങ യൂട്രൻസിൽ കോൺട്രാക്ട് ഉണ്ടാവും. അത് തെറ്റാണ്. മിതമായ അളവിൽ ഒരു പിടിയൊക്കെ കഴിക്കുന്നത്, കുറച്ച് തോരൻ കഴിക്കുന്നതുകൊണ്ട് ഒന്നും പറ്റില്ല. മുടിക്ക് വളരെ നല്ലതാണ്. ഇതിനകത്ത് സിങ്ക് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനും ഇത് വളരെയധികം നല്ലതാണ്. പിന്നെ മുരിങ്ങയിലിട്ട് ചായ കുടിക്കുന്ന ആളുകൾ വരെ സ്മൂത്തീസ് ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കാം, റൊട്ടിയുടെ ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കാം. ഇതൊരു സാധാരണ ഇലയായിട്ട് ഇനി മുതൽ കണക്കാക്കാനായിട്ട് പാടില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുരിങ്ങയിലയെ കുറിച്ചാണ്. ഒരു മിറാക്കിൾ ലീഫ് എന്നൊക്കെ ലോകം വിളിക്കുന്ന ഒരു ഇലയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില. പല ആളുകളും ആക്ച്വലി ഇത് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ മുരിങ്ങയിലയുടെ ഒരു ഗുണം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ധാരാളം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു ചെറിയ ഇലയാണ്, നമ്മുടെ വീടിന് മുറ്റത്തുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ചുറ്റും വഴിയോരങ്ങളിലെല്ലാം വളരുന്ന ഒരു സാധനമാണ് മുരിങ്ങ. വളരെ ഗുണമുള്ള, ലോകമെമ്പാടും കഴിക്കുന്ന ഒരു ആഹാരമാണ്. മിറാക്കിൾ ട്രീ എന്നും ഡ്രംസ്റ്റിക് ട്രീ എന്നും ഒക്കെ അതിനെ വിളിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഒത്തിരി ന്യൂട്രീഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് മുരിങ്ങയില. അപ്പോൾ മുരിങ്ങയില നമുക്ക് എന്തൊക്കെ ആഹാരങ്ങളിൽ കഴിക്കാം, എങ്ങനെയൊക്കെ കഴിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയാം. ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തൊരു ഇലയാണ്. നമ്മുടെ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കും സ്ഥിരമായി കൊടുക്കുക. രക്തക്കുറവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു സാധാരണ ഇലയായിട്ട് ഇനി മുതൽ കണക്കാക്കാനായിട്ട് പാടില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ മുരിങ്ങ ഇലയുടെ ഒരു പോഷക മൂല്യം ആദ്യം പറയാം. അപ്പോൾ ഇത് ശരിക്കും മുരിങ്ങ ഇല നമ്മൾ 100 ഗ്രാം മുരിങ്ങയില കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന കാൽഷ്യം എന്ന് പറഞ്ഞാൽ 440 മില്ലിഗ്രാമാണ്. അതായത് പാലിനെയും കാട്ടും കൂടുതലാണ്. അയൺ കണ്ടന്റ് 7 മില്ലിഗ്രാമാണ്. അതായത് ചീരയെക്കാളും കൂടുതലാണ്. വൈറ്റമിൻ സി 220 മില്ലിഗ്രാമാണ്. ഓറഞ്ചിനേക്കാളും 7 മടങ്ങ് കൂടുതലാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ എ, ബീറ്റ കരോട്ടിൻ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ധാരാളമുണ്ട്. പ്രോട്ടീൻ 9 ഗ്രാം ഉണ്ട്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ നല്ല ഒരു പ്രോട്ടീനാണെന്ന് പറയാം. പൊട്ടാസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. അതുകൊണ്ട് ഞരമ്പുകൾക്കും മസിലുകൾക്കും പ്രതിരോധ ശക്തിക്കും അത് വളരെയധികം നല്ല. ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ധാരാളം പോഷക മൂല്യമില്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ മുരിങ്ങയില സ്ഥിരമായിട്ട് അവർ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു പ്രയോജനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. കാൽഷ്യം ഉണ്ടെന്ന് പറഞ്ഞു, പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വളർച്ചയ്ക്ക് നല്ലതാണ്. കുറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അയൺ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഇരുമ്പും ഉണ്ട്. പ്രതിരോധ ശക്തി നല്ലോണം കൂട്ടുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള പനി, ചുമയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പഠിക്കാനുള്ള കഴിവും മെമ്മറി കൂടുതലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ അംഗൻവാടിയിലും കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഇത് കൊടുക്കുന്നത് നല്ലതാണ്. ദിവസം ഒരു ചെറിയ അളവിൽ മുരിങ്ങ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് നമ്മളൊരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ അനീമിയ ഉണ്ടല്ലോ, രക്തം കുറയുന്നത്, 40% നല്ലോണം കുറയ്ക്കാനായിട്ട് പറ്റും. നല്ലോണം ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. അപ്പോൾ അത് ഒരു കുറച്ച് മാസങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അത് മാത്രമല്ല വയറിന് വളരെയധികം നല്ലതാണ്. സ്ത്രീകൾക്കുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും വിചാരിക്കുന്നത് പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തെറ്റാണ്. ഉപയോഗിക്കാം. കാരണം അയൺ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്കും നല്ലതാണ്. ഈ അമ്മയുടെ ഗർഭിണി സമയത്തും വളരെയധികം നല്ലതാണ്. ഇനി നമ്മുടെ ഈ മെൻസസ് പെയിൻ ഉണ്ടല്ലോ, മെൻസ്ട്രൽ പെയിൻ, അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് മുടിക്ക് വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് സിങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും ഇത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ മുതിർന്നവർക്കുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് പ്രമേഹമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ മുരിങ്ങയില കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ബ്ലഡ് ഷുഗറിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും ഒരു നല്ലതാണ്. ബ്ലഡ് പ്രഷറിന് നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. കൊളസ്ട്രോളിൻ്റെ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന് ചെറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ശരീരത്തിലുള്ള ചെറിയ വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ തലയിലെ മെമ്മറി കൂട്ടാൻ പറ്റും. കാരണം ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് അധികം വളരെ നല്ലതാണ്. ഇപ്പോൾ നോക്കി എന്തുമാത്രം ഗുണങ്ങളാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ മുരിങ്ങയില നമുക്ക് രോഗം മാറ്റാനായിട്ടല്ല ഉപയോഗിക്കേണ്ടത്, പ്രിവെൻഷനാണ്. അപ്പം രക്തക്കുറവുള്ളവർക്ക് അയണും വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു സപ്പോർട്ടീവ് ഇതാണ്. പിന്നെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട്, സിങ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ പ്രതിരോധ ശക്തിക്കും വളരെയധികം നല്ലതാണ്. പ്രമേഹത്തിന് ട്രീറ്റ്മെൻ്റ് അല്ല, പ്രമേഹത്തിന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഹൃദയത്തിന് വളരെയധികം നല്ലതാണ്. കാരണം കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്, BP കുറയ്ക്കുന്നുണ്ട്, നല്ലതാണ്. കണ്ണിന് വളരെ നല്ലതാണ്, വൈറ്റമിൻ എ ഉണ്ട്. അതുകൊണ്ട് രാത്രി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മുടിക്കും തൊലിക്കും അത് വളരെ നല്ലതാണ്. സിങ്ക്, പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് ഹെയർ ഫാൾ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ എന്തുമാത്രം ഗുണങ്ങളാണ് ഇതുള്ളത്. ഇതിനകത്ത് കൊളാജൻ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബ്രെയിൻ്റെ ഓർമ്മയ്ക്ക് വളരെയധികം നല്ലതാണ്. മെഗ്നീഷ്യം, സിങ്ക് ഒക്കെ ഉള്ളത് കൊണ്ട് അതും നല്ലതാണ്. എന്തുമാത്രം ഗുണങ്ങളാണ് ശരിക്കും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങയിലയ്ക്കുള്ളത്. മുരിങ്ങയില നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. തോരനായിട്ട് കഴിക്കാം. നമുക്ക് മുരിങ്ങയില തോരനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, സൂപ്പ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് ശരിക്കും പൊടിച്ച് നമ്മൾ അരിയിലൂടെയൊക്കെ ആഡ് ചെയ്യാൻ, ദോശയിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. പിന്നെ മുരിങ്ങയില ഇട്ട് ചായ കുടിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. സ്മൂത്തീസ് ഉണ്ടാക്കാം ഫ്രൂട്ട്സുമായിട്ട് ഇട്ട്. ആദ്യം കുറച്ച് ടേസ്റ്റ് ബുദ്ധിമുട്ട് കാണാം. കട്ട്ലറ്റ് ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കാം, റൊട്ടിയുടെ ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട്. മുരിങ്ങയില പൗഡർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ് നല്ലത്. കാരണം നമുക്കറിയില്ല അതിനകത്ത് എന്ത് പ്രിസർവേറ്റീവ്സ് ആണ് ചെയ്യുന്നത്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ജേണലുണ്ട്. അതിനകത്ത് 2013 പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ മുരിങ്ങയില സ്ഥിരമായി കഴിച്ചാൽ നമ്മുടെ എല്ലുകൾക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ ന്യൂട്രീഷൻ ബുള്ളറ്റ് 2010-ലും 2018-ലും പറഞ്ഞിരിക്കുന്നത് ഈ മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മുടെ അനീമിയ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഡയബറ്റിക് കെയർ ജേണലിലും പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയില സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആഹാരം തന്നെയാണ്. ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളകി പോകുന്നുള്ളത്. ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വയറിളകാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ കഴിക്കരുത്. കാരണം മുരിങ്ങ യൂട്രൻസിൽ കോൺട്രാക്ട് ഉണ്ടാവും. അത് തെറ്റാണ്. മിതമായ അളവിൽ ഒരു പിടിയൊക്കെ കഴിക്കാൻ, കുറച്ച് തോരൻ കഴിക്കുന്നതുകൊണ്ട് ഒന്നും പറ്റില്ല. പിന്നെ സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കാനല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. അത് തെറ്റാണ്. നാച്ചുറൽ ആയിട്ടുള്ള മുരിങ്ങയില തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു സമ്മറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയില വളരെയധികം ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശരിക്കും ഫോറിൻ ഇറക്കുമതി ചെയ്ത പല ഹെൽത്ത് സപ്ലിമെന്റ്സും ഹെൽത്ത് പൗഡറൊക്കെ വാങ്ങിച്ച് കഴിക്കുക, പല സൂപ്പർ ഫുഡ്സൊക്കെ വാങ്ങിച്ച് കഴിക്കും. നമ്മുടെ മുറ്റത്തുള്ള മുരിങ്ങയിലയാണ് നമുക്ക് വാല്യൂ ഇല്ലാത്തല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കോമ്പൗണ്ട് വാളിലും അതുപോലെ പുറത്തൊക്കെ നിൽക്കുന്ന മുരിങ്ങയുടെ ചെടിയിൽ നിന്നുള്ള ഇല പറിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാം സ്ഥിരമായിട്ട് അത് കൊടുക്കുക. പതുക്കെ ആഡ് ചെയ്യുക. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ ആഡ് ചെയ്യുക. ധാരാളം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് വയറിളകാം, അതുപോലെ തന്നെ കല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല. വളരെ ചെറിയ തരത്തിലുള്ള ടിപ്സൊക്കെ മനസ്സിലായ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.